10 വർഷത്തിന് ശേഷം വയനാട് തലപ്പുഴ കമ്പമലയിൽ ഇക്കോ ടൂറിസം പുനരാരംഭിച്ചു. വനവികസന കോർപ്പറേഷന്റെ അധീനതയിലാണ് ഈ ടൂറിസം പദ്ധതി ആരംഭിക്കുന്നത്. തേയിലത്തോട്ടവും പുൽമേടും സദാസമയവും കോടമഞ്ഞും നിറഞ്ഞ ഈ പ്രദേശം സഞ്ചാരികളുടെ സ്വർഗ്ഗഭൂമി. കമ്പമല ശ്രീലങ്കൻ അഭയാർത്ഥികളെ പുനരധിവസിപ്പിച്ച തേയിലത്തോട്ടത്തിന്റെ ചുമതല വനവികസന കോർപ്പറേഷനാണ്. 2015 ശേഷം ഇവിടെ ഇക്കോ ടൂറിസം പദ്ധതി പല കാരണങ്ങളാൽ നിന്നുപോയി. ഒരിടവേളയ്ക്ക് ശേഷം ഓഫ് റോഡ് ജീപ്പ് യാത്രയും പുൽമേടും വ്യൂ പോയിന്റും എല്ലാം കാണാനും ഇവിടെ താമസിച്ച് സ്ഥലത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാനും അവസരമൊരുങ്ങുകയാണ് സഞ്ചാരികൾക്ക്. സഞ്ചാരികൾക്കായിട്ട് 3 കോട്ടേജുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ 2 കോട്ടേഴ്സും ഒരു ഡോർമെറ്ററി ഫെസിലിറ്റിയും. മാക്സിമം 15 പേർക്ക് വരെ നമുക്കിവിടെ അക്കോമഡേഷൻ കൊടുക്കാൻ പറ്റും. ഏകദേശം ഒരു പാക്കേജ് ഇപ്പോൾ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ കൊടുക്കുന്നത് വെച്ചാൽ ഒരു റൂമിന് 3200 രൂപ വിത്ത് 2 നേരത്തെ ഫുഡ് ഉൾപ്പെടെയാണ് കൊടുക്കുന്നത്. പ്ലസ് നമുക്ക് അഡീഷണൽ ആയിട്ട് പാക്കേജും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരേ സമയം 15 പേർക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ട്. ബ്രഹ്മഗിരി മലനിരകളുടെ ഭാഗമായ സൂര്യനെല്ലി എന്ന പ്രദേശത്തേക്കുള്ള ട്രക്കിംഗ് പുനരാരംഭിക്കാനും നീക്കമുണ്ട്. ടൂറിസം പദ്ധതിയിലൂടെ തൊഴിലാളി ക്ഷേമമാണ് വനവികസന കോർപ്പറേഷൻ ലക്ഷ്യമിടുന്നത്. ഏകദേശം 100 ഹെക്ടർ, അതായത് 250 ഏക്കറോളം വ്യാപിച്ച് കിടക്കുന്ന തേയിലത്തോട്ടമാണ്. ഇതിൽ ഏകദേശം 160 തൊട്ട് 200ഓളം തൊഴിലാളികൾ പണിയെടുത്ത് വരുന്നുണ്ട്. ശ്രീലങ്കൻ അഭയാർത്ഥികളായ പെർമനൻറ്റും CLRും ആയിട്ടുള്ള തൊഴിലാളികളാണ് ഇവിടെ പണിയെടുത്ത് വരുന്നത്. അപ്പോൾ ഇവരുടെ ഒരു വെൽഫെയർ തന്നെയാണ് നമ്മുടെ ഒരു മുഖ്യധാര എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിത് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. കാരണം കൂടുതൽ ഫ്യൂച്ചറിൽ കുറച്ചുകൂടെ അക്കോമഡേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭാവിയിൽ എന്താ പറയുക, എക്കോ ടൂറിസം കുറച്ചുകൂടെ മെച്ചപ്പെട്ട് ചെയ്ത് തന്നെ കൊണ്ടുപോകാൻ പറ്റും. മാവോയിസ്റ്റ് സാന്നിധ്യം കൊണ്ടായിരുന്നു അടുത്ത കാലം വരെ കമ്പമല അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ഇവിടേക്ക് എത്തിയിരുന്നവരിൽ എല്ലാവരും അറസ്റ്റിലാവുകയോ കീഴടങ്ങുകയോ ചെയ്തതോടെ പൂർണ്ണമായും ഈ പ്രദേശം മാവോയിസ്റ്റ് മുക്തമായിരിക്കുകയാണ്. ചാറ്റൽ മഴയും കോടമഞ്ഞും തേയിലത്തോട്ടങ്ങളും. കമ്പമല കാത്തിരിക്കുന്നു സഞ്ചാരികളെ ഇതിലെ. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.